എന്താ കഴിക്കാ? എന്താ എനിക്കുണ്ട്? കുഞ്ഞ് ഇപ്പൊ നോക്കത് കഴിക്കണമെന്നുണ്ട്. ആരെങ്കിലും ഉണ്ണിയപ്പം വാങ്ങാണ്ടെങ്കിൽ ചേച്ചിനെ സമീപിച്ചോളി. ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുക. ഫേസ്ബുക്കിലാണോ കണ്ട് യൂട്യൂബിലാണോ? ഏതിലാ കണ്ട്? എന്താടി എൻ്റെ ഉദ്ദേശം? കത്തിയൊക്കെ പിടിച്ചിക്കണ്. നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ അഴീക്കൽ ബീച്ച്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ കരിഞ്ഞു. നിങ്ങളിപ്പോ എന്തിനാ വരുന്നേ? നിങ്ങളവിടെ ഇരുന്നോ. ഒരാളെ കടത്താൻ നോക്ക്. എന്തുവാടാ അത്? ഉറക്കത്തില്ല. ഉറക്കത്തിന്ന് നീപ്പിച്ചിട്ട് ആളെ കളിയാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ എന്താ കാട്ടണ്? ആ ഗ്രീന് അതൊന്ന് തേച്ചടാ. ഞാൻ അപ്പോഴേക്കൊന്ന് പോയിട്ട് പല്ലേച്ചിലും കുളിച്ചിട്ടൊക്കെ വരാം. എൻ്റെ അമ്മച്ചി. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു പ്രോഗ്രാം ഒരു സ്ഥലം വരെ പോവുകയാണ്. അതിനാണ് നമ്മളിപ്പോൾ അതിരാവിലെ എണീച്ച് ബാക്കി എല്ലാവരും പുറപ്പെട്ടു. ഈ ഞാൻ മാത്രം പല്ലേച്ച് കുളിച്ചിട്ട് പുറപ്പെടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടൂൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പല്ലേച്ച് കുളിച്ചിട്ട് വരാവേ. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അയ്യോ, അപ്പോൾ ഗായ്സ്, അപ്പോൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാ ഇനി നമ്മൾ നേരെ നമ്മൾ പറയാൻ പോണ സ്ഥലത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അച്ഛൻ കാലത്തിന് നീച്ചിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഇറങ്ങാം. ഞാൻ എങ്ങോട്ടാ പോണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞിട്ടില്ലേ? ഇല്ല. പിറ്റോസിനെ കണ്ടോ? മുഖത്തൊക്കെ ഭയങ്കര അഴിച്ചിരിക്കുന്നു. ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ അവനെ കുളിപ്പിച്ചിട്ടില്ലല്ലേ? മേത്തൊന്ന് നനച്ച് തുടച്ചിട്ടേ ഉള്ളൂ, കുളിപ്പിക്കാനൊന്നുമില്ല. പിത്താ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ പറയാട്ടോ എങ്ങോട്ടാ പോണെന്നുള്ളത്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര തിരിക്കേണ്ട അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ പിന്നീട് സോണിയുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇന്ന് ശരിക്കും ഓച്ചിറ അമ്പലത്തിലേക്കാണ് കേട്ടോ പോണത്. അതിനു മുന്നേ നമ്മൾ ചെട്ടികുളങ്ങര ഒന്ന് കയറുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെട്ടികുളങ്ങര കേറിയിട്ടാണ് പിന്നെ ഓച്ചിറയ്ക്ക് പോണതല്ലേ? ഓക്കെ, എനിക്കറിയില്ല. ഞാൻ ചെട്ടികുളങ്ങര മാത്രമേ കേറിയിട്ടുള്ളൂ, ഓച്ചിറയിൽ കേറിയിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ്. ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ നേരെ ഇപ്പൊ നമ്മള് ചെട്ടികുളങ്ങര, അത് കഴിഞ്ഞിട്ട് ഓച്ചിറ. ഞാൻ ഹനുമാൻ ഭക്തിയായിരുന്നു. ആര്? കുറച്ചു നാള് പരീക്ഷയുടെ സമയത്ത്. ആര്? സോണിയ? സോണി ഹനുമാൻ ഭക്തയായിരുന്നു അത്രേ. ഈ പരീക്ഷ ടൈമില് മാത്രം. ഓ, അതിന്റെ അപ്പുറത്താ. ഓ, ഫുള്ള് ഉടായിപ്പായിരുന്നല്ലേടി? ഒന്നല്ലല്ലോ, 5 തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചത് അവിടെ അടുത്തുള്ള കരയാമ്പറ്റത്തുള്ള സ്കൂളിലായിരുന്നു. അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് അമ്പലത്തിൽ പോയിട്ട് പിന്നെ സ്കൂളിൽ. അതിനു വേണ്ടി രാവിലെ ഒന്ന് കുളിക്കുമായിരുന്നു അന്നത്തെ ദിവസം. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒന്നൊക്കെ. മോശം. പിന്നെ കുളിക്കണോ പിന്നെ കണിയാനോട് ചോദിക്കണം. മകനും എന്റെ പാത പിന്തുടരുന്നു. നമ്മളിപ്പോ ഇവിടെ എത്തി പുതിയകാവ് പള്ളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ സത്യം പറയാൻ ഒരുപാട് ആയില്ലേ വ്ളോഗൊക്കെ എടുത്തിട്ട്? കുറച്ചായി. ഞാൻ പുതിയകാവ് അമ്പലാണ് ഈ കാണുന്നത് ഗൈസ്. നല്ല അമ്പലല്ലേ?
നമ്മള് ലാസ്റ്റ് വ്ളോഗ് എടുത്തത് നമ്മള് ശബരിമലക്ക് പോയി വന്നതിന്റെ ഒരു വ്ളോഗാണ് നിങ്ങൾ കണ്ടിട്ടത്. അതിന് ശേഷം പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല, കൊറേ വീട്ടിൽ പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായി. പിന്നെ വ്ളോഗായിട്ട് നമ്മൾ എടുത്തില്ല, പിന്നെ എന്റെ മിനി വ്ളോഗ് ഇപ്പോ വ്ളോഗ് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയാണ് ഇപ്പൊ ശരിക്കും വ്ളോഗൊക്കെ അധികം എടുക്കാറുള്ളത്. ഒരുപാട് പേര് കാണുന്നുണ്ടോന്ന് അറിയില്ല, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് പറയണേ. ഓ എന്റെ ഫോളോവേഴ്സിനെ പിടിക്കാൻ നോക്കുന്നു. അല്ല നിന്റെ ഫോളോവേഴ്സിനെ പിടിക്കാനൊന്നല്ല, അത്ര കിട്ടോട് ഫോളോവേഴ്സിനെ പിടിക്കാനോ. നീ ആദ്യം എന്റെ ഫോളോവേഴ്സിന്റെ അടുത്ത് അത് നീയും അവനും കൂടെ അല്ലയോ, രണ്ടുപേരും കൂടെ അല്ലയോ, അതുകൊണ്ടല്ലേ അതിന് അത്രയും കിട്ടിയ. അല്ലെങ്കിൽ കിട്ടുമോ? ഓ മരുമോന്റെ സൈഡ് സൈഡ് മരമോന്റെ തന്നെ കൂടെ. എനക്ക് മനസ്സിലായില്ലല്ലേ, ലക്കി ഭാസ്കറിലെ നല്ല അറിയില്ലേ, നിന്റെ അതേരം കൂടി അല്ലേ അതേപോലെ കൂശുംപത്തി ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കാണാറുണ്ട്, മറ്റേ മണൽ വാഹ അതിലെ കായംകുളത്തൊക്കെയാന്ന് തോന്നുന്നു. മറ്റേ അങ്ങനെ നമ്മൾ ചെട്ടികുളങ്ങര അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടല്ലോ അല്ലെ, ചൊവ്വാഴ്ചയല്ലേ? ചൊവ്വാഴ്ച കൊണ്ടാണോ തിരക്ക്? ദേവിയുടെ അമ്പലം അല്ലേ? അവിടെ കേട്ടിട്ട് ദേവിയുടെ അല്ല, അവിടെ ഇടാ, കുറച്ച് പോയി കഴിഞ്ഞാ അവിടെ ഇടാ. എന്താ ഞങ്ങള് പാട്ട് പാടുകയാണേ. ഓ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ചട്ടികുളങ്ങര വന്നത് മറ്റേ കുംഭഭരണിക്കായിരുന്നു കേട്ടോ. അന്ന് നല്ല തിരക്കായിരുന്നു, കുംഭഭരണി നല്ല തിരക്കാണല്ലോ. അപ്പൊ അന്ന് തൊഴാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല നേരം പോലെ. അന്ന് ജസ്റ്റ് ഒന്ന് കേറി നല്ല തിരക്കിൽ പെട്ടിട്ട് ആകാതായി. ഇന്ന് നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് തൊഴുതിട്ട് വരാം. പിത്താ ഉപ്പു എന്തോ അന്തം വിട്ടിക്ക്. ചക്ക ഇവിടെ നോക്കടാ. ഈ എന്തിനാടപ്പ അമ്മച്ചനെ തല്ലണതിന്? അതോ അപ്പം ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പ്രസാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പ്രസാദം മേടിക്കാൻ അമ്മ പോയിട്ടുണ്ട്. അല്ല ബിത്തോ, അല്ലടാ എന്താണ്? ഓ ഇതിന് വേണ്ടിട്ടാ വിശക്കണ, അതാണ്. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടേ. അപ്പൊ നമ്മൾ കാര്യങ്ങളെല്ലാം കഴിച്ചു. ഇനി നേരെ നമ്മൾ പോവല്ലേ, ഇനി ഓച്ചിറല്ലേ, ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് തൊഴുത് നമ്മൾ നേരെ ഓച്ചിറയ്ക്ക് പോവാണേ. അപ്പോൾ നമ്മൾ യാത്രയാവുകയാണ് ഓച്ചിറയ്ക്ക്. താക്കോലെടുക്ക്. ഒരാൾ താക്കോലൊക്കെ എവിടേക്കേ കൊണ്ടുവച്ച് മറന്നിരിക്കേ. അയ്യോ എന്താ പിത്ത നോക്ക്, എന്തോ ഇത് ചെക്കൻ്റെ നെറ്റിമ കാട്ടി നോക്കി നോക്ക്. മോനെ ഭക്തിയിലും കൂടെ കുളിപ്പിച്ചു അവനെ. പിത്തുവാ യെസ്. അപ്പോ ഞങ്ങൾ അങ്ങനെ ചെട്ടിക്കുളങ്ങരയിൽ നിന്നും ഇറങ്ങി ഓച്ചിറ. ആ അവിടെ നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാല്ലേ. അടുത്തത് നമ്മൾ പോകുന്നത് ഏതെങ്കിലും ഹോട്ടലിലോട്ടാണ്, എന്തെങ്കിലും ആഹാരം കഴിക്കണം. അതെ, നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നേ, അതാണ്. അപ്പൊ നേരെ നമ്മൾ ഇനി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം വഴിക്കൊക്കെ ഉള്ള കറക്റ്റ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോണേ. അതെ, അമ്പലം മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഞങ്ങൾ കുറച്ചു നേരമായിട്ട് ഒരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പൊ കായംകുളമാണ്.
ഇപ്പൊ കായംകുളം വരെ എത്തി, തപ്പിയിട്ട്. ഇതിന്റെ ഇടയിലൊരു നല്ല ഹോട്ടൽ എവിടെയും കണ്ടില്ല. പിന്നെ ആകെ കണ്ടുകൊടുത്ത ആകെ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ, ഇടിയപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ശ്രീഹരി ഹോട്ടലോ കഴിഞ്ഞോ? ഇതിലും മെല്ലെ എങ്ങനെ പോവാ? നോക്കിയോണ്ട് പോവാണ് കേട്ടാ. ഞങ്ങൾ ഏതെങ്കിലും കടയിലെത്തട്ടെ. ഹൈവേയുടെ സൈഡിലാണ് പോയി വല്ല കടയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. ഒരാളെ വാശി പറഞ്ഞ ചില്ലറ വാശിയൊന്നല്ല. വാശിക്കാരൻ ബാബു. എന്തോ കണ്ട അന്തം വിട്ടിക്കാണ്. വേഗം വാ. എന്താ ഇവള് കാട്ടണ്? എന്ന് വരുവോ? അടക്കുക മോന്ത കണ്ടില്ലേ, കൂത്തി പാടുന്നു ജന്തു. അപ്പോൾ നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആര്യാസിക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ വേറെ ഹോട്ടലൊന്നും കണ്ടില്ല, അപ്പോൾ ആര്യാസാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചു വരാം. അല്ല പിത്തുവോ, എന്താ കഴിക്കുക? എന്താ എനിക്കുണ്ട്? നെയ്റോസ്. അച്ഛൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാം. നെയ്റോസ്റ്റ് എത്തിയിരിക്കുകയാണ്. വാഴീൻ്റെ കുഞ്ഞ് ഇപ്പൊ നോക്കത്. എനിക്ക് വേണ്ടത് പോയി പണി നോക്കുന്നത്, എനിക്ക് വേണ്ട പോയി പണി നോക്കുന്നതൊക്കെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു സമാധാനമായി പോവല്ലേ? ഇവിടെ തന്നെ ഇല്ലെന്ന് ഞാൻ നോക്കുമായിരുന്നില്ല. മൈക്കേ ഇവിടെ മൈക്ക് കൊണ്ടേ കളയുന്ന ആളാണ്. അതന്നെ ഒരാൾ കളഞ്ഞിട്ടിരിക്കുക ആദ്യം തന്നെ. എന്നാ പോവാ, വെയിറ്റ് ചെയ്യാന്ന് കുടിക്കട്ടടാ. ഞാൻ പോയി കൈയ്യേക്ക് വരാം. ആ നോക്ക്, കണക്കാ 2 രൂപയാ. രണ്ടല്ലല്ലോ, 1 രൂപ. സോണി വെയിറ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ആ വെയിറ്റ് നോക്കാൻ വേണ്ടി പോവാണ്. എവിടെ ഇടണ്ടേ? 33,500. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു. ഇനി നമ്മൾ വയറൊക്കെ ഒന്ന് നിറഞ്ഞോട്ടോ. ഇപ്പോഴൊന്നും ഒരു ആശ്വാസമായി. ഇനി നേരെ നമ്മൾ ഓച്ചിറ അമ്പലത്തിലേക്ക് പോവാണ്. ഇവനെ പിടിക്കേ പോണു ഒരാള്. അപ്പൊ അങ്ങനെ നമ്മൾ ഓച്ചിറ അമ്പലത്തിലേക്ക് എത്തി. ഇതേ കാണുന്നു നമ്മുടെ ഓച്ചിറ ആണ് നമ്മുടെ ഓച്ചിറ അമ്പലം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? ഇനി പോകട്ടെ. പോട്ടെ. ഓ എന്തോരം സാധനങ്ങളാ. നമ്മുടെ പാർക്കിംഗ് ഇഷ്ടം പോലെയാണ് പാർക്കിംഗ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം നടന്നത്. ഇപ്പൊ പാർക്കിങ്ങിൽ ആരെങ്കിലും വെച്ച് കല്യാണം നടത്തും. അല്ല പറയാൻ പറ്റില്ല, ചിലപ്പോ അന്നൊക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. എന്താ ഓച്ചിറയിൽ കൊണ്ടുപോയപ്പോ നിങ്ങൾ താലി കെട്ടിയത്? വേറെ എവിടെയും കിട്ടിയില്ല. ഇവിടെ കൊള്ളാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി കെട്ടിക്കണ സ്ഥലമാണല്ലേ ഓച്ചിറ. യെസ്, അങ്ങനെ അതാണ് നമ്മൾ ഇനി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അവനെ ഉറങ്ങിപ്പോയി. അവന് ഭയങ്കര വഴക്കായിരുന്നു. ഇപ്പൊ പാലൊക്കെ കുടിച്ചിട്ട് ഇപ്പൊ അവൻ കടന്നു ഉറങ്ങിയത്. ഒന്നും പറയണ്ട, നമ്മുടെ പിത്തൂട്ടനാണെങ്കിൽ ഭയങ്കര ഉറക്കമാണ്. ആള് കുറെ നേരമായി ഇങ്ങനെ ഉണർന്നിരുന്നത് കാരണം ഇപ്പൊ ഉറങ്ങുകയാണ്. അല്ലേ രാഹുലേട്ടാ? എന്താ രാഹുലേട്ടാ ഒന്നും മിണ്ടാത്തെ? അതെ. ഒരുപാട് കടകളുണ്ട് കേട്ടോ. എനിക്കിതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ട് വേണം എനിക്ക് ഇവിടെയൊക്കെ കയറി ഒന്ന് നല്ല മണലാണല്ലോ ഇവിടെ ഇരുന്ന്. അല്ല അവിടെയൊക്കെ ഇടുന്നു. നമ്മുടെ പിത്തു ഉറങ്ങിയിട്ടാ. യെസ്.
ഉറങ്ങണ നോക്ക് പാവട്ടോ. ഇതേപോലെ ഒരു നല്ല കൊച്ചിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ? ഉണർന്ന് കഴിയുമ്പോ അറിയാം. എൻ്റെ സുഖമൊക്കെ പോയി. അതോ ഒറ്റടിക്കാൻ നീച്ചു. ഇവിടെ ഒന്ന് അഴിച്ചിട്ട് ഓച്ചിറ എന്താണ് പുണ്യ പൂങ്കാവനം. ഓക്കെ ഓക്കെ. ഇതെന്താ പുണ്യമായ സ്ഥലമാണ്? കാണിച്ചായിരുന്നല്ലോ ഒരെണ്ണം. എവിടാണുള്ളത്? പാടിക്കണമെന്നുണ്ട്. പിത്തുവിന്റെ പേരിലൊന്ന് പഠിക്കാൻ. പിത്തുവിന്റെ പേര് പാടിച്ചോ. പേരും പൃഥ്വിക്ക് തിരുവോണം. നല്ല ഉണ്ണിയപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും ഉണ്ണിയപ്പം വാങ്ങാണ്ടെങ്കിൽ ചേച്ചിനെ സമീപിച്ചോളി. നല്ല ഉണ്ണിയപ്പാണ്. എന്തൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. എന്താ വാങ്ങിച്ച്? അമ്മയ്ക്ക് മോതിര. എന്ത് ഇതെന്തത്? ആമമോതിര. ആ പഠിച്ചു പഠിച്ചു. അത് ശരി ചേച്ചി. നല്ല അമ്പലം കേട്ടോ. അടിപൊളി അമ്പലം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അമ്പലത്തേക്ക് വരുന്നത്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഇത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും തൊഴുതു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. പോവല്ലേ? അതെ, ഞങ്ങൾ ഇതുകൊണ്ട് ചക്ക ഉണ്ടോ? ചക്ക നിൽക്കുന്നുണ്ടോ? പലതരം ചക്കമരം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ചക്കേനെ ആദ്യമായിട്ടാണ് കണ്ടത്. നോക്കി നോക്കി ഗൈസ്, ചെറിയൊരു മരത്തിൽ എത്ര ചക്കയുടെ നോക്കി നോക്കി. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ അതെ ആ ഇതിലും ഉണ്ട് ചക്ക. പ്രത്യേകതരം എന്തോ ഒരു തയ്യാന്ന് തോന്നുന്നു. കുഞ്ഞതായിരിക്കുമ്പോ തന്നെ ചക്ക ഉണ്ടാവുന്നു. ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുക. സോണിന്നാണ്. ആ അതെ 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 അതാ വരുന്നത് അടുത്ത ആൾക്കാർ. ഒരു സബ്സ്ക്രൈബർ ടീം കണ്ടുപോയത്. യൂട്യൂബിലാ കണ്ട്? ഏതിലാ കണ്ട്? ഫേസ്ബുക്കിലാണോ കണ്ട്? യൂട്യൂബിലാണോ? ഏതിലാ കണ്ട്? യൂട്യൂബിലാ? ആരാ കണ്ടത്? എല്ലാരും കണ്ടിരുന്നോ? അപ്പൊ ഓക്കെ. ഇപ്പൊ നേരത്തെ വന്ന കുട്ടിയെന്ന് പറഞ്ഞത് ഇന്നെ മാത്രമേ കണ്ടുള്ളൂ എന്നാ. ഈ ചേച്ചിനെ അറിയില്ല അത്രേ. പാവം. ഇനിയെങ്കിലും ഇവളെ മുമ്പിൽ നിർത്തണം കേട്ടോ. നിന്നെ അറിയത്തില്ല. നിന്നെ ആർക്കും അറിയത്തില്ല. ഞാൻ രാഹുലിന്റെ കൂടെ വീഡിയോ ചെയ്യുന്നത് പുതിയ ചാനൽ തുടങ്ങാൻ പോവാ. സബ്സ്ക്രൈബ് ചെയ്യണം. പാവം സോണിനെ അപമാനിച്ചു. നന്നായി. അങ്ങനെ ഓച്ചിറ അമ്പലവും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ചെക്കനടക്കം നീച്ച് നോക്ക് സോണിയ. ചോറ് തിന്നുന്നതാ. എന്താടി എന്റെ ഉദ്ദേശം? കത്തിയൊക്കെ പിടിച്ചിക്കണ്. വയലൻസ്. നിനക്ക് വയലൻസ് അത്രക്ക് ഇഷ്ടം? യെസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ ഓച്ചിറയിൽ നിന്നും പോവുകയാണ്. ഓക്കെ, നല്ല അമ്പലമാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അമ്പലത്തേക്ക് വരുന്നത്. പക്ഷെ എന്നാലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര 2-3 പ്രതിഷ്ഠ ഉണ്ടോ അവിടെ? 2 പ്രതിഷ്ഠ ഉണ്ട് അല്ലേ? ഒരാളും പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരാള്. ഇത് കവാട. പക്ഷെ എന്നാലും അവിടെ ഒരു പ്രതിഷ്ഠ വെച്ചു. പക്ഷെ ഇവിടെ വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ മറ്റേ നമ്മുടെ കാളേനൊക്കെ വെച്ചിട്ട് നല്ല കാശുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതില് ഒരു ചങ്ങായി പറയണേ, എനിക്ക് അതാ രസമായത്. ആള് പറയണേ എന്താണ്, നന്ദിക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ എങ്കിലും എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ട് പോണം.
പിന്നെ നന്ദി ഇപ്പൊ വന്നിട്ട് പറയില്ലേ എനിക്കിത് കഴിഞ്ഞിട്ട് പുല്ലും വൈക്കോലും വേണം. ആ മൂപ്പരാണ്, മൂപ്പർക്കുള്ളാണേ പിടിച്ചു വാങ്ങിക്കുക. നല്ല മാർക്കറ്റിംഗ് കേട്ടോ അവിടെ. അമ്മോ ഇവനെ കൊറേ കണ്ടു. ശമ്പളം നല്ല രസമുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ടെ. അപ്പോ ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്തത് നമ്മൾ ബീച്ചിലേക്കാട്ടോ. ഇവിടെയാണ്, ഇതിന്റെ അടുത്താണ് അഴീക്കൽ ബീച്ച്. അപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ പോയി വരാം. നല്ല വെയിലാ, കുറച്ച് പണിയാവും. വെയിലത്ത് ബീച്ചിൽ പോവാൻ രാഹുലിന് ഒരു പ്രത്യേകതരം സൈക്കോ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങള് വണ്ടിക്കകത്തിരിക്കും. അവളും വരും. ഞാൻ വരും, വീഡിയോ ഒക്കെ എടുക്കാം. നിങ്ങളിപ്പോ എന്തിനാ വരുന്നേ? നിങ്ങളവിടെ ഇരുന്നോ, കാറിൽ ഇരുന്നാളാ. ഉറങ്ങി നിങ്ങളെ വരുമ്പോ വിളിച്ചാ ഓ വിളിക്കണമില്ല. നമ്മളിപ്പോ ഇവിടെ വന്നപ്പോ ഒരു ചൂണ്ടക്കട കണ്ടിട്ടോ. ഒന്ന് നോക്കി നോക്കാം ചൂണ്ട മേടിക്കാൻ പറ്റുമെന്നുള്ളത്. ഒരാളില്ല. ഇത് പച്ചക്കറിക്കട മുമ്പര് ഇവിടെ ആലപ്പുഴയാണ്. നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 4000 അല്ലേ ഇത്? യെസ്, അങ്ങനെ നമ്മൾ ചൂണ്ട വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് മീൻ പിടിക്കണം. മീൻ പിടിക്കാനുള്ള പരിപാടി. ഗായ്സ്, ഇതാണ് നമ്മുടെ അഴീക്കൽ ബീച്ച്. നല്ല നാറ്റമുണ്ട്. അല്ല പിത്തു, പിത്തു കടല് കാണാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് പിത്തു കടല് കാണുന്നത് അല്ലേ? ഞാൻ കടല് എന്നെ കൊണ്ട് വെള്ളത്തിൽ താത്തട്ടെ, വെള്ളത്തിൽ താത്തട്ടെ. അന്നത്തെ പോലെ നടക്കാനൊക്കെ ഞാൻ പറയുന്നത്. അതിന് പക്ഷേ വൈകുന്നേരത്തൊക്കെ വരത്തുള്ളൂ അവിടെയൊക്കെ. വെള്ളത്തിൽ താത്തട്ടെ. നല്ല വെയില്, ഒടുക്കത്തെ വെയില്. അയ്യോ, അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ കരിഞ്ഞു പോവും. അതുകൊണ്ട് മീൻ പിടുത്തം നമുക്ക് വേറെ ദിവസം ആക്കാം. ഞങ്ങള് വൈകുന്നേര സമയത്തൊന്ന് വരാന്ന് വിചാരിക്കുന്നു. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതെന്താ? ആഹാർ, KTDCയുടെ ആഹാർ. ആഹാർ റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്നാ ഭക്ഷണം കഴിക്കാം. എന്താ പരിപ്പാണ് അത്. ഇത് രസം. പക്ഷെ രസം കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു. പിന്നെ അതിലും വന്ന് എടുത്താൽ മതി. അത് പായസം ഒഴിക്കുന്നാടാ. അതിനെന്താ എടുക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ. എക്സ്ട്രാ മീൻകറിയൊക്കെ എടുത്തോളാം. അയ്യോ ഗായ്സ്, അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അയ്യോ എന്താ KTDC നല്ല ഫുഡൊക്കെയാണ്, അതുകൊണ്ടായിരിക്കും നല്ല റേറ്റ്. ഒരു ഊണിന് 150 രൂപ. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളത് വയറ് നിറച്ച് കഴിക്കാം. ബൊഫെ മോഡലാണ്. വേണ്ടത് എന്താ വെച്ചാ പോയിട്ട് കഴിക്കാം. അതെ, ബൊഫെ, പക്ക ബൊഫെ. പിന്നെ അതെ, നമ്മളെ കാലത്തെ നെയ്റോസ്റ്റ് കഴിച്ചില്ലേ, അതുകൊണ്ട് അങ്ങോട്ട് 150-നുള്ളത് അങ്ങോട്ട് മുതലാക്കാൻ പറ്റിയില്ല. നേരത്തെ അറിയായിരുന്നു രാവിലെ കഴിക്കും. അങ്ങനെയാണെങ്കിൽ കാലത്ത് കഴിക്കില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് കഴിച്ചാൽ മതിയായിരുന്നേ. പായസമൊക്കെ ഞങ്ങള് 2-3 വട്ടം എടുത്ത്. പായസത്തിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. അല്ല, നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല, അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ എന്തോ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഓഫർ? ബിരിയാണി ഫെസ്റ്റ്. ഓണാട്ടുകാര ബിരിയാണി ഫെസ്റ്റ്. അത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് KTDCയിൽ ഇപ്പോ ബിരിയാണി ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു നോട്ടീസ് ഒക്കെ ഞങ്ങൾ ഇറങ്ങാൻ നേരം തന്നായിരുന്നു കേട്ടോ. അയ്യോ, ഇനി നേരെ വീട്ടിലേക്ക്. ഞങ്ങളുടെ വീടല്ലേ പോകുന്ന വഴി. യെസ്, ഇടയ്ക്ക് പല പല പരിപാടികളും ഉണ്ട്. ഓക്കെ. കൈ ഗ്ലാസ് വെച്ച രാഹുലെ. ഹായ്, അപ്പോ നമ്മൾ എങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയല്ലോ.
വീട്ടിലെത്തിയപ്പം ഓച്ചിറ പോയി, ചോറ്റാനിക്കര പോയി, ചോറ്റാനിക്കരയല്ല ചെട്ടികുളങ്ങര, ചെട്ടികുളങ്ങര പോയി. മറന്നുപോയടാ, ഒരു ഇതല്ലേ. പിന്നെ നമ്മള് അഴീക്കൽ ബീച്ച് കണ്ടു. അഴീക്കൽ ബീച്ച് കണ്ടു. ഇതൊക്കെ വാങ്ങിച്ചു പോയിട്ട് ഒന്നും ഇടാനൊന്നും പറ്റിയില്ല. പിന്നെ വേറെ ദിവസം നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, പൃഥു എന്താ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഇനി പോയി അവന് കുറച്ചു നേരം കടന്നുറങ്ങണം, അതാണ് അവന്റെ ആവശ്യം. അപ്പൊ കാശ് ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ വ്ളോഗ് എടുത്ത് വൈകിട്ട് 3 മണിയായി, രാവിലെ പോയത് 8 മണിക്ക്. അതെ, അപ്പൊ പുതിയ വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്താണ്ടൊക്കെ ചെയ്യും. ഓക്കെ, പുതിയ വ്ളോഗായിട്ട് വരാം.